തങ്ങൾക്ക് നേരിടേണ്ടി വന്ന കാസ്റ്റിംഗ് കൗച്ച് അനുഭവങ്ങളെക്കുറിച്ച് പലപ്പോഴായി താരങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മുൻനിര താരങ്ങൾക്ക് പോലും കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നത് വസ്തുതയാണ്. ഇത്തരത്തിൽ തനിക്കുണ്ടായ മോശം അനുഭവം തുറന്നു പറഞ്ഞവരിൽ ഒരാളാണ് അതിഥി റാവു ഹൈദരി. നല്ല വേഷം കിട്ടാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന ആവശ്യം അതിഥിക്കും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ താൻ അതിന് തയ്യാറായില്ല. ഇതോടെ കനത്ത പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വന്നത്. ഒരു മാഗസിന് കൊടുത്ത അഭിമുഖത്തിൽ അവർ തുറന്നു പറഞ്ഞത് ഇങ്ങനെ: ഒരു നിമിഷം പോലും ഞാൻ ആ തീരുമാനത്തിൽ കുറ്റബോധപ്പെടുന്നില്ല. എല്ലാ ഇൻഡസ്ട്രിയിലുമുള്ള അധികാര ദുർവിനിയോഗത്തെക്കുറിച്ച് ഞാൻ എന്നും സംസാരിക്കും. പക്ഷെ വ്യക്തിപരമായി ഞാൻ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ തീരുമാനമെടുത്തു. അതൊരു ഉറച്ച തീരുമാനമാണ്. എങ്ങനെയാണ് ഒരാൾക്ക് എന്നോട് അങ്ങനെ സംസാരിക്കാൻ ധൈര്യം വന്നത് എന്നാണ് അതിഥി പറയുന്നത്. അതേസമയം അതിനുശേഷം 8 മാസത്തേക്ക് എനിക്ക് സിനിമ എന്ന് വന്നില്ല എന്നതാണ് അതിഥി പറയുന്നത്. പക്ഷെ ആ തീരുമാനം തന്നെ കരുത്തയാക്കുകയും തനിക്ക് വേണ്ടത് എന്താണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നാണ് അതിഥി പറയുന്നത്. 2013 എനിക്ക് പ്രയാസമേറിയ വർഷമായിരുന്നു. എൻ്റെ അച്ഛന് നഷ്ടമായ വർഷം കൂടിയാണ്. പക്ഷെ 2014 മുതൽ എല്ലാം ശരിയായി തുടങ്ങി. ചിലപ്പോൾ നമ്മൾക്കൊരു പ്രതിസന്ധി നേരിടുകയും അതിനെ മറികടക്കുകയും വേണ്ടി വരും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് അതിഥി ആ കാലത്തെ ഓർത്തുകൊണ്ട് പറഞ്ഞത്. ആരെങ്കിലും ചൂഷണം നേരിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് തുറന്നു പറയാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട് എന്നും അതിഥി വ്യക്തമാക്കുന്നുണ്ട്. അവരത് ചെയ്യണം. അവരത് ചെയ്യുന്നില്ലെങ്കിൽ അത് ജോലി നഷ്ടമാകുമോ എന്ന ഭയം മൂലമാണ്. അതാണ് ഇൻഡസ്ട്രിയിലെ പവർ ഗെയിം. അത് മുളയിലെ നുള്ളണമെന്നും താരം അന്ന് തുറന്നടിച്ചിരുന്നു. എന്തിനാണ് ഭയക്കുന്നത്? ജോലി കിട്ടില്ലെന്ന് കരുതിയാണോ? കഴിവുണ്ടെങ്കിൽ വേണ്ടവർ നിങ്ങളെ വിളിക്കും എന്നും താരം അഭിപ്രായപ്പെടുന്നു. എന്തുകൊണ്ടാണ് തങ്ങൾ ഈ ഇൻഡസ്ട്രി തിരഞ്ഞെടുത്തതെന്ന് മനസ്സിലാക്കണം. ഒരു മാധ്യമത്തോട് സ്നേഹമുണ്ടെങ്കിൽ ജോലി കിട്ടും. ഇത് ചിലപ്പോൾ എൻ്റെ ബാലിശമായ വിശ്വാസമാകാം. പക്ഷെ ഞാൻ അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് എന്നും അതിഥി കൂട്ടിച്ചേർക്കുന്നുണ്ട്. മലയാളത്തിലൂടെയാണ് അതിഥി റാവു കരിയർ ആരംഭിക്കുന്നത്. മമ്മൂട്ടി നായകനായ പ്രജാപതിയായിരുന്നു ആദ്യ സിനിമ. പിന്നീട് മറ്റു ഭാഷകളിൽ സജീവമായി മാറുകയായിരുന്നു. റോക്ക് സ്റ്റാർ ആയിരുന്നു ആദ്യ ബോളിവുഡ് ചിത്രം. പിന്നാലെ തമിഴിലും തെലുങ്കിലുമെല്ലാം മുൻനിര നായികയായി മാറി. ഇപ്പോഴിതാ OTTയിലും കൈയ്യടി നേടുകയാണ് അതിഥി റാവു. ഈ അടുത്തിറങ്ങിയ ജൂബിലി, ഹീരാമാൻഡി സീരീസുകളിലെ അതിഥിയുടെ പ്രകടനം കൈയ്യടി നേടിയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ കണ്ട എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.